ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഈവനിങ് സ്റ്റേക്ക് ആയിട്ട് ഉണ്ടാക്കുന്നത് പരിപ്പോടെയാണ്. സോ ഞാൻ വിചാരിച്ചു ഇന്നും പരിപ്പോടേനെ ഉണ്ടാക്കാമെന്ന്. കാരണം ഇറ്റ്സ് വെരി ഈസി ടു മേക്ക്. അധികം നേരം കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉരുകി പോകാൻ അതടി ആ പാട്ട് പാടേണ്ട അവസ്ഥയിൽ വരെ ഞാൻ കെട്ടി വെച്ചിരിക്കുകയാണ്. ചൂട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇതിനായിട്ട് ഞാൻ ഓൾറെഡി പരിപ്പൊക്കെ വെള്ളത്തിലൊരു 4 മണിക്കൂർ മുന്നേ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മറ്റേ നോർമൽ പരിപ്പല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്, ഈ സംഭവമാണ് ചന്നാദാലാണ് യൂസ് ചെയ്യുന്നത്, കടലപ്പരിപ്പ്. പിന്നെ അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഒരു 7 ചെറിയുള്ളി, ഉണക്കമുളക് ഒരു 2 എണ്ണം, പച്ചമുളക് 1 എണ്ണം, പിന്നെ കുറച്ച് കറിവേപ്പില, ഇഞ്ചി ഒരു 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അരയ്ക്കണ്ട, ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതിയേ. ജസ്റ്റ് ഒന്നങ്ങനെ 2 സെക്കൻഡ് അടിച്ചാൽ മതിയേ. ജസ്റ്റ് ഒന്നങ്ങനെ അടിച്ചാൽ മതി. അത് ജസ്റ്റ് ഒന്നങ്ങനെ അടിക്കുക. എന്നിട്ട് പിന്നെയും തുറന്നിട്ട് ഇപ്പം ഞാൻ ചെയ്ത് കണ്ടില്ലേ, ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും തെറിച്ച് വന്നിരിക്കുന്നുണ്ടാവും, അതൊക്കെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആക്കിയിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലാക്കി കൊടുക്കാം. പിന്നെ കായംപൊടി ഇടണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ച് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. സോ നമുക്ക് കൈ വെച്ച് മിക്സ് ചെയ്യാം. ഇങ്ങനെ ചെറിയ ബോളാക്കിയിട്ട് എടുക്കുക. കയ്യിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഈ ഉള്ളം കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അവസാനം കാണിച്ചാൽ അതിൻ്റെ ഷേപ്പ്. ഇനി അതെല്ലാം കൂടെ അങ്ങനെ ആക്കിയെടുക്കട്ടെ. സോ എല്ലാം ഞാനിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അടുപ്പത്ത് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു പീസ് ഇങ്ങനെ ഇട്ട് മുരിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ഓയിൽ ചൂടായി എന്നാണ് അർത്ഥം. ഓയിൽ ചൂടായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതായിട്ടുണ്ട് കേട്ടോ. നമുക്കിനിത് കോരിയെടുക്കാം. ടിഷ്യൂ പേപ്പർ എടുക്കാൻ മറന്നു. അടുത്ത ബാച്ചും കൂടെ ഇതുപോലെ വറുത്ത് കോരിയെടുത്തിട്ട് കാണാം. സോ നമ്മുടെ പരിപ്പുവട റെഡി ആയിട്ടുണ്ട് ഗൈസ്. എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ പറ്റി. ഇനി എത്ര നേരം പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് എന്തോ. ചായ ഈസ് ഓൾസോ റെഡി. നമുക്ക് ആദ്യം ഉണ്ടാക്കിയത് കഴിച്ചു നോക്കാം. അത് കുറച്ച് ചൂടായിട്ടുണ്ട്. സൺലൈറ്റ് എല്ലാം പോയി. പിന്നെ ഞാനുള്ളപ്പോൾ സൺലൈറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. സൂപ്പർ. നമുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇരിക്കാണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. ക്രഞ്ചിനെസ് കേൾക്കാണ്ടോ? പരിപ്പോട് ഉണ്ടാക്കി ഞാൻ പ്രോയായി. സൂപ്പർ. ഞാനിപ്പോൾ കണ്ടതാണ് സംഭവം. വിൻഡോ കൂടെയുള്ള വ്യൂ ആണിട്ടത്. ഏതൊരു മൗണ്ടെയിൻ പോലെ തോന്നുന്നല്ലേ. സൂപ്പർ. അപ്പോൾ ഞാൻ പോയി ചായ കുടിക്കട്ടെ. ബൈ ഗൈസ്.